എന്താണ് ഡോക്ടർ? എന്റെ ഭർത്താവ് മരിച്ചുപോയി. എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. ഞാനൊരു അനാഥയാണ്. നിങ്ങൾക്ക് വേണ്ട എല്ലാ ശുശ്രൂഷകളും ഇവിടെ കിട്ടും. അതല്ല ഡോക്ടർ. പിന്നെ എന്റെ കുഞ്ഞിനെ നല്ല നിലയിൽ വളർത്താൻ എനിക്ക് കഴിവില്ല. എന്റെ കുഞ്ഞിന് മരിച്ചുപോയ കുഞ്ഞിന്റെ അമ്മയ്ക്ക് കൊടുത്തേക്കും. മരിച്ചുപോയ കുഞ്ഞ് എന്റേതാണെന്ന് പറഞ്ഞാൽ മതി. എന്റെ കുഞ്ഞും അവരും രക്ഷപ്പെടും. നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? എല്ലാം ആലോചിച്ചിട്ടാണ് പറയുന്നത്. എന്റെ കുഞ്ഞ് നല്ല നിലയിൽ വളരട്ടെ. ആ സ്ത്രീയുടെ ജീവനും രക്ഷപ്പെടട്ടെ. ഇത് ഭാവിയിൽ പല വിഷമങ്ങൾക്കും കാരണമാകും. മരണം വരെ ഈ രഹസ്യം മറ്റാരോടും ഞാൻ പറയില്ലെന്ന് സത്യം ചെയ്യുന്നു. നിന്റെ കുഞ്ഞ് ഡോക്ടർ, എന്റെ ആഗ്രഹം സാധിച്ചു തരൂ. കൊണ്ടുവരൂ. സിസ്റ്റർ, എന്റെ കുഞ്ഞിനെ ഞാനൊന്ന് കണ്ടോട്ടെ. കൊണ്ടുപോയിക്കോട്ടെ. മത്തായി, പെട്ടിയും കിടകയും കാറിന്റെ ഡിക്കിയിൽ വെച്ചോളൂ. കുളിമുറിയില് ബക്കറ്റും സോപ്പ് പെട്ടിയുണ്ട്, എടുത്തോളൂ. ഒന്നും മറന്നിട്ടില്ലല്ലോ? കുഞ്ഞിന്റെ മുലക്കുപ്പി അത് ഞാൻ എടുത്തു വെച്ചു. അയ്യോ, പതുക്കെ മോളെ. ഗ്രേസിയുടെ പ്രസവ ദിവസം വന്നതല്ലേ നിങ്ങൾ? അതെ, ഞാൻ പോകാൻ തുടങ്ങാണ്. നിന്റെ കുഞ്ഞെവിടെ? മരിച്ചുപോയി. അയ്യോ, കഷ്ടം. എല്ലാം ദൈവനിശ്ചയം. നമുക്ക് ഇപ്പോഴല്ലേ ദൈവം ഒരു കുഞ്ഞിനെ തന്നത്. എന്നിട്ട് നമ്മുടെ വിഷമം മാറിയോ? തള്ളയ്ക്ക് പാലില്ല, അതാ. അത് സാരമില്ല മച്ചി. ഈ കുഞ്ഞിനെങ്കിലും ജീവനോട് നമുക്ക് കിട്ടിയല്ലോ, അത് മതി. ഈ കുഞ്ഞിനെ ഒന്നെടുത്തോട്ടെ? എടുത്തോളൂ. ഇവിടെ ഇരുന്നോളൂ. കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് പോലെ മറ്റൊന്നും ഗുണം ചെയ്യില്ല. പാലുണ്ടാവുമായിരിക്കും. നിങ്ങളുടെ മുല ചുരുത്തിയല്ലോ. പാവം, അതിന്റെ കുഞ്ഞ് മരിച്ചുപോയി. കൊച്ചേ,
നീ ഈ കുഞ്ഞിന് അല്പം പാല് കൊടുത്തു നോക്ക്. നിങ്ങൾ രണ്ടുപേരും ഒരു ദിവസം പ്രസവിച്ചതല്ലേ? കണ്ടോ, മുല കൊടുത്തപ്പോ അത് ആർത്തിയോടെ കുടിക്കുന്നത്. മുലപ്പാലിന് പകരം വേറെ ഒന്നുമില്ല. നിന്റെ പേരെന്താ കൊച്ചേ? രുക്മ. രുക്മയോ? ഏത് ജാതി? ബ്രാഹ്മണ സ്ത്രീയാണ്. ഏത് ജാതി ആയാലെന്താ, എല്ലാ മുലപ്പാലും ഒരുപോലെയാ. കുഞ്ഞിന് പാല് കൊടുക്കാനും അതിന്റെ കാര്യങ്ങൾ നോക്കാനും ഒരായെ കിട്ടിയിരുന്നെങ്കിൽ. ഞാൻ വരാം. വരാമോ? വരാം. എനിക്ക് ബന്ധുക്കൾ ആരുമില്ല. എന്റെ ഭർത്താവ് മരിച്ചുപോയി. എന്ത് ശമ്പളം വേണം? ഇഷ്ടമുള്ളത് തന്നാ മതി. ഇപ്പൊ തന്നെ ഞങ്ങളുടെ കൂടെ വരാമോ? വരാം. എന്റെ കുഞ്ഞിന്റെ ഭാഗ്യം. രുക്മേ, അകത്ത് വരൂ. ഓരാന്ധകാരത്തിനപ്പുറത്തുണ്ടൊരു ചാരുപ്രഭാത പ്രകാശപൂരം. ഭീകരസാഗര സീമയിലുണ്ടൊരു ശ്യാമാഭിരാമ വിശുദ്ധ തീരം. അള്ളാവും ഈശനും കൃഷ്ണനും ക്രിസ്തുവും എല്ലാം ആ ജ്യോതിസിൽ സന്ധിക്കുന്നു. അകത്ത് വരൂ. എനിക്ക് കഴിയില്ലെങ്കിലും എന്റെ കുഞ്ഞിന് മുലപ്പാല് പോലും കൊടുത്തു വളർത്താൻ ഒരമ്മയെ കർത്താവ് തന്നു. നേരാണ് മോളെ. രുക്മയുടെ വീട് എവിടെയാണ്? ഭർത്താവ് മരിച്ചതിൽ പിന്നെ ഞാനിവിടെ താമസിച്ചിരുന്നത് സ്കൂളിനടുത്ത് ജാനകി എന്നൊരു സ്ത്രീയുടെ വീട്ടിലാണ്. എനിക്ക് സ്വന്തമെന്ന് പറയാൻ ഇപ്പോൾ അവരേ ഉള്ളൂ. കുഞ്ഞിന്റെ എല്ലാ കാര്യങ്ങളും ആയി നോക്കിക്കൊള്ളണം. അമ്മച്ചി കുഞ്ഞിന്റെ മാമോദിസ വരെ ഇവിടെ കാണും. എനിക്ക് എന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാതെ പറ്റൂ? അവിടെ എന്റെ മൂത്ത മോനും കൊച്ചുങ്ങളും മാത്രമാണ്. ഇവിടെ ഗ്രേസി മാത്രമേ കാണൂ. ഇവളുടെ കെട്ടിയനാണെങ്കിൽ ബിസിനസ്സുകാരിയായിട്ട് ബോംബെയിലാണ് മിക്കവാറും. ആയ ഒരു വലിയ സഹായമായിരിക്കും. കുഞ്ഞിന്റെ കാര്യങ്ങൾക്ക് ഒരു വിഷമം ഉണ്ടാവില്ല അമ്മച്ചി. എനിക്കത് മതി. കുഞ്ഞിന്റെ അപ്പച്ചന് കമ്പി അടിച്ചിട്ടുണ്ട്. ഉടനെ വരും. വന്നാൽ മാമോദിസ കഴിഞ്ഞേ പോകൂ. അമ്മച്ചി,
രുക്മിക്ക് ഒരു മുറി സൗകര്യപ്പെടുത്തി കൊടുക്കൂ. കൊച്ചമ്മേ, ഞാൻ മുതലാളി വന്നു. ഇപ്പോ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? ഇല്ല. അമ്മച്ചി, കുഞ്ഞിനെ കൊണ്ടുവരാൻ പറയും. രുക്മേ, കുഞ്ഞിനെ എങ്ങോട്ട് കൊണ്ടുവരൂ? ആയെ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞു. ഭാഗ്യത്തിന് കുഞ്ഞിനെ കാര്യമായി നോക്കാൻ ഒരാളെ കിട്ടി. ഒരാൺകുഞ്ഞായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചു. എനിക്ക് ഒരു കുഞ്ഞിനെ കിട്ടണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. കർത്താവ് കൽപ്പിക്കുന്നത് പോലെ. ആ, മോൾക്ക് എലിസബത്ത് എന്ന് പേരിടണം. എന്റെ അമ്മച്ചിയുടെ പേര്. എൽസി എന്ന് വിളിച്ചാ മതി. ഉം. മോളെ ഇങ്ങ് തരുവായി. കുഞ്ഞിനെ പ്രസവിച്ചവളുടെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങണം എന്നാണ് ആയുടെ അഭിപ്രായം, അല്ലേ? അതാണല്ലോ മുറ. കുഞ്ഞിന്റെ ആയയെ ഞാൻ പരിഗണിക്കണമല്ലോ, അല്ലേ? വാങ്ങിച്ചോളൂ രുക്മേ. വാങ്ങിക്കൂ. വാങ്ങിച്ചോളൂ ആയേ. മാമോദിസ ദിവസം ആയയ്ക്ക് കാര്യമായിട്ടൊരു സമ്മാനം ഞാൻ തരുന്നുണ്ട്. ഈ മാമോദിസ കഴിഞ്ഞ് പോകാൻ വേണ്ടിയാ ഞാൻ ഇത്രയും നാൾ താമസിച്ചത്. നാളെ മോർണിംഗ് ഫ്ലൈറ്റിന് പോണം. അപ്പൊ ഇനി എന്ന് വരും അത് പറയാൻ പറ്റുമോ? മിക്കവാറും മറ്റന്നാൾ ഞാൻ ജപ്പാനിലേക്ക് പോകും. ഗ്രേസിയോട് വരാൻ പറയൂ, സമയമായി. നമുക്ക് പള്ളിയിലേക്ക് ഇറങ്ങരുതോ? ഓ, ഇറങ്ങാം. വേഗം കയറി. സമയമായി, വേഗം വാ. സമയമായി. നിങ്ങൾ മൂന്നുപേരും ബാക്കിൽ കയറിക്കോളൂ. ആയ വരുന്നില്ലെന്ന്. ഇതിനെല്ലാം എന്തിനാണ്? ഇതിനെല്ലാം എന്തിനാണെന്നോ? ഇന്ന് ഉഗ്ര പാർട്ടിയല്ലേ?
ഞാൻ എന്തുകൊണ്ടെങ്കിലും തരാം. കരയില് കരയില് പാല് കുടിച്ചോ പാല് കുടിച്ചോ എന്റെ മോളില് കരയത് കരയില്ല 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 പാല് കുടിക്ക കരയരുത് 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 മോളല്ലേ മത്തായി മത്തായി ഓ കരയരുത് മോള് കരയരുത് എവിടെയെങ്കിലും പോയി ആ ആയി വിളിച്ചോണ്ട് വരും. കുഞ്ഞ് കുപ്പിപ്പാൽ കുടിക്കുന്നില്ലെന്നും കരച്ചിൽ നിർത്തുന്നില്ലെന്നും പറഞ്ഞാൽ അവർ വരാതിരിക്കില്ല. ഞാൻ പറഞ്ഞെന്ന് പറയും. അഡ്രസ് ഇല്ലാത്ത പാർട്ടി എവിടെ പോയി തിരക്കാനാ? സ്കൂളിനടുത്ത് ജാനകി എന്ന് പറഞ്ഞ സ്ത്രീ താമസമുണ്ട്. ഏത് ജാനകി? എന്ത് ജാനകി? ആരുടെ ജാനകി? തനിക്ക് പോയി തിരക്കാമോ? ഓ ഈ പിച്ചിപ്പ് വെച്ച് കെട്ടിയാലേ മുലപ്പാല് പറ്റിക്കൊള്ളും. പണക്കാരുടെ കൊച്ചിന് പാല് കൊടുത്ത് വളർത്തിയിട്ട് എന്താ കാര്യം? അവരുടെ സ്വഭാവം മനസ്സിലായില്ലേ? എന്നാ നീ ഇതെടുത്ത് വെച്ച് കെട്ട്. പാല് തിങ്ങിയുന്ന മുലപ്പനിയും ഉണ്ടാവും. പറഞ്ഞില്ലെന്ന് വേണ്ട. രുക്മേ, ഒരു കാർ വന്നിരിക്കുന്നു. നിന്നെ വിളിക്കാമെന്നതായിരിക്കും. പോകരുതെന്നാണ് എന്റെ അഭിപ്രായം. പോയാല് അവരുടെ കുഞ്ഞ് നിന്റെ ചോര പാലാക്കി കുടിച്ചു വളരും. ആയെ തിരക്ക് ഞാൻ എവിടെല്ലാം പോയി. എന്തിന്? വിളിച്ചുകൊണ്ടിട്ടെല്ലാം ഗ്രേസ് കൊച്ചമ്മ പറഞ്ഞു. വരുന്നില്ലെന്ന് പറയൂ. അങ്ങനെ പറയരുതേ. ആ കൊച്ച് കരച്ചിലോട് കരച്ചിൽ. പാല് നിറച്ച കുപ്പിയിലോട്ട് അത് തിരിഞ്ഞു നോക്കുന്ന പോലില്ല. അതിന് മുലപ്പാല് തന്നെ വേണം. തള്ളയുടെ മുല പിഴിഞ്ഞാൽ ഒരു തുള്ളി പാല് കിട്ടുന്നില്ല. അതുകൊണ്ട് ആയ തന്നെ വരണം.